ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ സൂം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചെറിയൊരു നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്, എന്നാലും നമ്മള് ആദ്യം തന്നെ നമുക്കറിയാം, നമ്മൾ എത്തിയിരിക്കുന്നത് ചെറിയൊരു പ്രസ്ഥാനത്തിലല്ല, വലിയൊരു പ്രസ്ഥാനത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം എന്നും അതിൻ്റെതായ രീതിയിൽ നിലനിൽക്കണമെന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ രണ്ടുപേരും പ്രാർത്ഥന ചൊല്ലുന്നതാണ്. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനദീപം സിരകൾ പുൽകി ധീരായ പാദം തെളിക്കേണമേ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദൈവാൻ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു. നമ്മള് ഈ ഒരു പ്രാർത്ഥനയോട് കൂടി തുടങ്ങും. നമ്മള് എത്തിയിരിക്കുന്ന ഈ പ്രൊഡക്റ്റിന്റെ ഒരു ദൈവാനുഗ്രഹം ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ അതില് കൂടുതലായിട്ട് നമുക്കറിയാം, ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളവർക്ക് തന്നെയാണ് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് ഈ പ്രോഗ്രാമിൽ എത്തിയ എല്ലാവരെയും ഒന്നും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ എത്തിയിരിക്കുന്ന ഈ നെറ്റ്വർക്ക് ഈ ബയോട്ടോറിയം പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. നമ്മുടെ കമ്പനി നമുക്കറിയാം ബോംബെയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അതിന്റെ MD അറിയാം. അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു മഹത്തായ കർമ്മം നമ്മളിലേക്ക് എത്തിക്കാൻ സർവേശ്വരൻ നമുക്കിതിൽ എത്താൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇനി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിന്ധു. ഞാൻ കോഴിക്കോട് NIT ചാത്തമംഗലം സ്വദേശിയാണ്. ഞാൻ ഏകദേശം 2 വർഷം കഴിഞ്ഞു ഇതിലെത്തിയിട്ട്. എന്നാലും ഇതില് ദിവസമുള്ള ഈ ഓരോ സൂമിലുള്ള അറിവ് ആണ് എന്നെ ഇതിൽ പിടിച്ചു നിർത്തുന്നത്. കാരണം ഡെയിലി നമുക്ക് ഓരോരോ അറിവുകളാണ് ലഭിക്കുന്നത്. റിസൾട്ട് ആയാലും അതിന്റെ ബിസിനസിന്റെ പ്ലാൻ ആയാലും എങ്ങനെ ഓരോ രീതിയിൽ ചെയ്യുന്ന അവരുടെ അറിവ് ഏത് രീതിയിലൊക്കെ ചെയ്യുന്നുള്ള വ്യത്യസ്തമായ അറിവുകൾ നമുക്ക് ലഭിക്കുമ്പോൾ എല്ലാവരും ഈ സൂമില് അറ്റൻഡ് ചെയ്യണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് അറിവുകൾ ഡെയിലി ലഭിക്കുമ്പോൾ ഇന്നത്തെ അറിവ് നമുക്ക് ഒരു ടീം ബിൽഡിങ്ങിനെ കുറിച്ച് എങ്ങനെ അത് മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാം. നമ്മൾ ആദ്യം വരുമ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊരു രൂപരേഖ ഉണ്ടാവണമെന്നില്ല. എത്തിയതിനു ശേഷം എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് നമുക്ക് ഈ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോവാം എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത് മറ്റാരുമല്ല, 5G ഇന്റർനാഷണൽ ടീമിന്റെ ഗ്രേറ്റ് ലീഡർ ആൻഡ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആൻഡ് മോട്ടിവേറ്റർ മിസ്റ്റർ ഹംസ സാർ ആണ്. ഹംസ മണ്ണാർക്കാട്. അദ്ദേഹത്തെ ഈ സൂം പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഹംസ സർ. താങ്ക് യു സിന്ധു മാഡം. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. വളരെ സന്തോഷം. എല്ലാരും മാഗ്നൈസർ വാട്ടർ ഒക്കെ കുടിച്ചോ? യെസ്. അല്ലേ, കുടിച്ചിട്ടുണ്ട് അല്ലേ? കുടിക്കാത്തവരൊക്കെ ഉണ്ട്. രാവിലെ ബെഡ് കോഫി എന്ന് പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട് അല്ലേ? യെസ്. ഓക്കെ, എന്തായാലും ടീം ബിൽഡിങ് അല്ലേ, ഒക്കെ ബിൽഡ് ചെയ്യണം അല്ലേ, ഒക്കെ ബിൽഡ് ചെയ്യണല്ലോ. എന്നെ അറിയാത്തവരായിട്ട് ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഹംസ മണ്ണാർക്കാട് എന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയതായിട്ട് ഒത്തിരി പേര് കയറിയിട്ടുണ്ട്. എന്തായാലും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഒരു സൗഭാഗ്യമാണ് ബയോട്ടോറിയത്തിൽ എത്തപ്പെട്ടത് എന്നുള്ളത്.
ഞാൻ പറഞ്ഞു നമ്മളൊരു സൗഭാഗ്യമാണ് ബയോട്ടോറിയത്തിൽ വന്നു പെട്ടത്, യാതൊരു സംശയവും വേണ്ട. ദൈവാനുഗ്രഹം കടാക്ഷിച്ചത് കൊണ്ടാണ് നമ്മൾ ബയോട്ടോറിയത്തിൽ എത്തപ്പെട്ടത്. നമുക്ക് മറ്റ് പല മേഖലകളുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യവസായം നല്ലൊരു ബിസിനസ് ഒക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, അതിനകത്ത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന, അതിനകത്ത് ബിൽഡ് ചെയ്യുന്ന ഒരു ടീം ബിൽഡിംഗ് അല്ല പ്രിയപ്പെട്ടവരെ ബയോട്ടോറിയത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ പല സിസ്റ്റങ്ങളുണ്ട്. പക്ഷെ അത് അതേപടി ഫോളോ ചെയ്ത ഗുണകരമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു സർവേശ്വരന്റെ കയ്യൊപ്പുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യവസായമാണ് നമ്മുടെ ഈ ബയോട്ടോറിയം. ഒരു സംശയവും വേണ്ട. ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടോ? അപ്പൊ ഇതിനകത്ത് ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ ഈ ടീം എന്നുള്ളതിന് തന്നെ ഒരു ഫുൾ ഫോം ഉണ്ട്. അത് അറിയുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു തമ്പൊക്കെ ജസ്റ്റ് ഒന്ന് ഇടാം. ഈ ടീം എന്നുള്ള ഓരോ വാക്കിനും തന്നെ ഒരു ഫുൾ ഫോം ഉണ്ട്. ടീക്കും ഈക്കും എക്കും എമ്മിനൊക്കെ ഒരു ഫുൾ ഫോം ഉണ്ട്. അതന്നെ വളരെ എന്താ പറയുക, മനോഹരമായ ഒരു ഫുൾ ഫോം ആണ് അല്ലേ? എന്താ പറയുക, കുടുംബത്തിനൊരു ഫുൾ ഇത് പറയാറുണ്ടല്ലോ അല്ലെ, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാക്കുന്നതാണ് അല്ലെ കുടുംബം എന്ന് പറയുന്ന പോലെ നമ്മളെ ടീം എന്ന് പറയുന്നതിന് തന്നെ ഒരു ഫുൾ ഫോം ഉണ്ട് അല്ലെ. ടുഗദർ, ടി എന്ന് പറയുമ്പോൾ ടുഗദർ, ഒരുമിച്ച്, ഒന്നായിട്ട്, ഒരു കൂട്ടായിട്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ തുടങ്ങുന്നത്. എവരിവൺ, വീണ്ടും എല്ലാവരും, അതും ഒരു കൂട്ടായ്മയെ കാണിക്കുകയാണ്. അച്ചീവ്, നേടുക, മോർ, കൂടുതൽ. അങ്ങനെയാണ് ഈ ടീമിന്റെ ഒരു 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 ഇത് വരുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടം തന്നെയാണ് ടീം. എന്തൊക്കെ നേടിയെടുക്കാം? ബയോട്ടോറിയത്തിലൂടെ ആണെങ്കിൽ അല്ലെ, നമുക്ക് ദൈവം ആയുസ്സും ആരോഗ്യമൊക്കെ അല്ലെ ഉണ്ടെങ്കിൽ, ആരോഗ്യമൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. ആയുസ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ടീമൊക്കെ അങ്ങനെയാണ് ഞാൻ ബിൽഡ് ചെയ്യുന്നത്. അതായത് ഒരു എന്താ പറയാ, ജഗതിയുടെയും മോഹൻലാലിന്റെയും ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ. പിന്നെ മോഹൻലാല് സിനിമ നിർമ്മാതാവൊക്കെ ആയിട്ടൊരു ഇതുണ്ടായിരുന്നു. അതിൽ ജഗതി നവരസങ്ങളൊക്കെ കാണിക്കും ചുണ്ടും കൊണ്ടും. പിന്നെ അതിനകത്ത് പറയുന്നുണ്ട്, എന്റേതായിട്ടുള്ള ഒരു പിന്നെ നവരസം ഇവിടെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഗോഷ്ടി കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മളതായിട്ടുള്ള കുറച്ച് എന്തുണ്ട്, നമ്മളായിട്ട് കുറച്ച് ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങള് ഇവിടെ വരെ ഒന്ന് ചിരിക്കുക. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒന്ന് ചിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് ചിരിച്ചാണ് എല്ലാവരും ഒന്ന് ഒരു സന്തോഷത്തോടു കൂടെ, ഒന്ന് സ്നേഹത്തോടു കൂടെ ഒന്ന് കൂട്ടിപ്പിടിക്കുക. എല്ലാവരെയും ആളും തരം അറിയാതെ പോയി കൂട്ടിപ്പിടിക്കരുത്, അത് വേറെ വിഷയം. പക്ഷെ എങ്കിലും വളരെ സന്തോഷത്തോടുകൂടെ, ഒരു എക്സൈറ്റ്മെന്റോടുകൂടെ, ഒരു ഊർജ്ജസ്വലതയോടുകൂടെ നിങ്ങൾ ചിലപ്പോൾ എന്റെ മീറ്റിംഗ് സെന്ററുകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ നാച്ചുറാലിറ്റിയാണ് കേട്ടോ. നമുക്കത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഒരു നല്ലൊരു ഹാപ്പി ആയിട്ട് നമ്മളൊന്ന് കൈ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം. ടീം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആദ്യം വേണ്ടത്. ഒന്ന് ചിരിക്കുക. എപ്പോഴും നമ്മൾക്ക് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ജീവിതം ഇനിയിപ്പോ എത്ര ഈ ബയോട്ടോറിയം എന്നല്ല, എത്ര വലിയ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്താലും
നമുക്ക് ഈ ഭൂമിയുടെ മുകളിൽ ഒരു പീരിയഡ് ഉണ്ട്, ഇത് കഴിഞ്ഞു പോകും. നമ്മുടെ മുതുമുത്തശ്ശന്മാരൊന്നും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നില്ല. വളരെ അല്ലെ, ഭൂമി ഉണ്ടായിട്ട് കോടാനുകോടി വർഷങ്ങളായി. പക്ഷെ ആദിമ മനുഷ്യരും നമ്മളുടെ തലമുറകളൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല, ജീവനോടല്ല. നമ്മളും ഇവിടുന്ന് എന്ത് ചെയ്യും? യാത്ര പോവും. ഉള്ള സമയം നല്ല രീതിയിൽ സ്നേഹിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകുമ്പോ നമ്മളുടെ വ്യക്തിത്വം കണ്ട് ആളുകൾ നമ്മുടെ ടീമിനകത്തേക്ക് വരും എന്നുള്ളതാണ്. ടീം ബിൽഡ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മളെ എക്സൈറ്റ്മെന്റോടുകൂടെ, വളരെ സന്തോഷത്തോടുകൂടെ, പല ആളുകൾക്കും ഒരു ആശ്വാസവാക്കായിട്ട്, പല ആളുകൾക്കും പല രീതിയിലുള്ള പ്രയാസങ്ങളാണ്, അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള, അവരുടെ കൂടെ അവരെ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു തോന്നലും ഒരു കാര്യങ്ങളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളുടെ ആ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി കണ്ടുകൊണ്ട് നമ്മളിൽ ആളുകൾ എന്താവും? ആകൃഷ്ടരാകും എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ വന്നത് ഇപ്പോ പല മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകളും ഉണ്ട് ഇവിടെ. ഇപ്പൊ അവരൊക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ 5 സ്റ്റെപ്പും 7 സ്റ്റെപ്പും കാര്യങ്ങളും അതിന്റെ 4 ബേസിക്കും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാനത് കൂടുതൽ നമ്മളൊരു ശാസ്ത്രീയപരമായിട്ട് പോവാതിരിക്കുന്നതിന്റെ കാര്യം. ഇതൊക്കെ അറിയാത്ത ആളുകളൊന്നുമില്ല, ലിസ്റ്റ് മേക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇതിന്റെ അടിസ്ഥാന കാര്യമാണ്. ഇത് നമ്മള് 4 ബേസിക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് ലിസ്റ്റ് മേക്കിങ്ങും അതിന്റെ കാര്യം ഷോർട്ട് ലിസ്റ്റും എല്ലാം നമ്മൾ ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നതോടുകൂടെ നമ്മുടെ കൂടെ ഒരാൾ അസോസിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ബയോട്ടോറിയത്തിന് മാത്രം ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് എല്ലാവരും റിസൾട്ട് കിട്ടിയിട്ട് വന്ന ആൾക്കാരാണ്. ഇതിനകത്ത് പ്രൊഡക്റ്റ് ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രയാസം മാറാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് റിസൾട്ട് കിട്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഇന്നലെ ഞാൻ അവിടെ മീറ്റിംഗ് സമയത്ത്, കോഴിക്കോട് മീറ്റിംഗ് സമയത്ത് ഇതിനകത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ആ മീറ്റിംഗ് ഹാളിൽ സ്റ്റേജിൽ ചോദിച്ചപ്പോ അതിനകത്ത് അധികം എന്നല്ല, കംപ്ലീറ്റ് പേര് പറഞ്ഞത് റിസൾട്ട് കിട്ടിയിട്ട് വന്ന ആളുകളാണ്. റിസൾട്ട് കിട്ടാത്ത ആരും ഇതിനകത്തില്ല. നമ്മൾ ഇതിനകത്ത് ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ, ഇപ്പം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ അകത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ, അതായത് അവര് നമുക്ക് ഈ മാർക്കറ്റിങ്ങിലൂടെ കിട്ടേണ്ട എല്ലാ പ്രോഫിറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടീം വേണം. ഇതിനകത്തൊരു പാസീവ് ഇൻകം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടീം വേണം. അതായത് നമ്മളുടെ അസാന്നിധ്യത്തിലും പണം വരുന്ന ഒരു കാര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ടീം, ആ ടീമിലൂടെ നടക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ടീം നമ്മൾ നിർമ്മിക്കണം. നേരെ മറി മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലെ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ മഹത്തായ അവസരത്തിൽ ടീം ഉണ്ടാകുന്നത് അധിക പേരും ഇത് രോഗികൾക്ക് കൊടുത്തിട്ടാണ് അല്ലെ? അങ്ങനെ തന്നെയല്ലേ? നമുക്കൊരു രോഗം മാറി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ മാറ്റം വന്നപ്പോ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട അമ്മാവനും ചെറിയച്ഛനും വലിയച്ഛനും അതേപോലെ അയൽവാസികൾക്കൊക്കെ കൊടുത്തു. കുറെയൊക്കെ നെഗറ്റീവ് പറഞ്ഞു, കുറെ ആളുകൾ അതിനകത്ത് ബിസിനസ് ഏറ്റെടുത്തു, കുറെ ആളുകൾ. അങ്ങനെയാണ് ടീം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അത് വേണം പ്രിയപ്പെട്ടവരെ. നമ്മൾ രോഗികൾക്ക് കൊടുക്കണം. നമ്മൾ ഗ്രേറ്റ് ലീഡർ മിനീഷ് സാർ എപ്പോഴും പറയാറുണ്ട്, രോഗികളെ തെരഞ്ഞു പോകരുത്. അതും ഇതിന്റെ ഒരു ഭാഗമാണ്. രോഗികളെ തെരഞ്ഞു പോയി അവർക്ക് മാത്രം അവരുടെ രോഗം മാറ്റാനുള്ള ഒരു സംവിധാനമാണ് ഇത് എന്ന് പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളുമില്ല. അത് മറ്റൊരു നെഗറ്റീവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇതിനകത്ത് വന്നിട്ടുള്ള ഓരോ വ്യക്തികളും ഇതിൽ റിസൾട്ട് കിട്ടിയിട്ടാണ്. റിസൾട്ട് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആരുമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു ടീം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിയായ റിക്രൂട്ട്മെന്റ് ചെയ്യാന്നുള്ളതാണ്. ഒന്ന്, ആ വഴിക്ക് വരുന്നത് അങ്ങനെ വരട്ടെ. ശരിയായ രീതിയിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യാം. എങ്ങനെയാണ് ശരിയായ രീതിയിൽ റിക്രൂട്ട് ചെയ്യുക?
ഇതിനകത്ത് ടീമില്ലാത്ത ആളുകളൊന്നും ഇല്ലല്ലോ. ഒരു രണ്ടുപേരെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യിക്കാത്ത ആരുമില്ലല്ലോ. പുതിയതായിട്ട് ഇന്ന് കയറിയവരൊന്നും ഇല്ലല്ലോ. ശരിയായ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെ ഫ്യൂച്ചർ പ്ലാന് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബയോട്ടോറിയത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. രക്ഷപ്പെട്ട ആളുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. വെറുതെ ഒരു ഭാവനയിൽ പറയുന്നതല്ലല്ലോ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 10 മാസം കൊണ്ട് 1 കോടിയിൽ പരം രൂപ സമ്പാദിച്ച് കാണിച്ചു തന്ന നമ്മളെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കുക. അങ്ങനെ ഓരോ ഗ്രേറ്റ് ലീഡേഴ്സും അവയർനെസ് ബോണസും ഫാമിലി ബോണസും സീലിംഗ് അച്ചീവറൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ശരിയായ റിക്രൂട്ട്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിലേക്ക് നമ്മൾ മാറണം. അതാണ് അതിന്റെ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? ശരിയായ രീതിയിലേക്ക് നമ്മൾ മാറണം. ഇതാണ് ഏറ്റവും വലിയ എളുപ്പമുള്ള വഴി. ഇതിനകത്ത് വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ മാറുക? അതായത് നമ്മൾ ബിസിനസ് ചെയ്തു, ഈ ബിസിനസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടി. നമ്മളൊരു മറ്റൊരു വ്യക്തിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ആ പറയുന്ന കാര്യങ്ങളില് സത്യസന്ധമായിട്ടുള്ള ഇടപെടലുകൾ വേണം. ഇടപെടലുകൾ പൊങ്ങച്ചം നമ്മൾ പറയുന്നത്. നമ്മുടെ വ്യക്തിത്വം നമ്മൾ മാറ്റണം. 1964 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 74 കാലഘട്ടങ്ങളിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഉണ്ടായിട്ടുള്ള കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്റ്റാർട്ടിങ് സമയത്തൊക്കെ എന്താണ് പ്രയാസം? ഇല്ലതും ഇല്ലാത്തതൊക്കെ പറയും, പൊങ്ങച്ചം പറയും നമ്മൾ നന്നായിട്ട്. അത്ര കോടി ഇട്ടിട്ടുണ്ട്, ഇത്ര കോടി ഇട്ടിട്ടുണ്ട്, ഇന്ന് അങ്ങനെയാണ്, ഇങ്ങനെ അങ്ങനെയാണ്, മറ്റേത് മറിച്ചത്, നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം. ഉള്ളതും ഇല്ലാത്തതും നുണ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ആ വ്യക്തി എക്സൈറ്റ്മെന്റിലേക്ക് ഒരു ആകർഷിച്ച് എന്ത് ചെയ്യും? വളരെ ഇതാക്കിയിട്ട് അവരെ ഇതാണ്. അപ്പൊ നമ്മളുടെ വ്യക്തിത്വം ആ രീതിയിലാവരുത് പ്രിയപ്പെട്ടവർ. ജെന്യൂൻ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക. അതിന് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഒന്നാമത് അവരെ എന്ത് ചെയ്യണം? ഒരാള് നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മളെ കണ്ട് അവർ പഠിക്കണം. ഗാന്ധിജി പറഞ്ഞ പോലെ അദ്ദേഹം ഉപദേശിക്കണമൊക്കെ അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയതാണ്. ആ രീതിയിലാണ്. അപ്പോ ഒരു ടീം ബിൽഡ് ചെയ്യാൻ നമ്മളുടെ പേഴ്സണാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. നമ്മൾ പല കാര്യത്തിലും നമ്മൾ സ്വയം ഒന്ന് എന്ത് ചെയ്യണം? റെഡി ആവാനുണ്ട്. ഒന്നാമത് പൊങ്ങച്ചം പറയാതിരിക്കുക. ഇതൊക്കെ നമ്മളുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളാട്ടോ. പൊങ്ങച്ചം പറയാ, നുണ പറയാതിരിക്കുക. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ശാസ്ത്രീയമായിട്ടൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് അപഗ്രഥിച്ച് ക്ലാസ് ഒക്കെ പിന്നെ നമുക്ക് എടുക്കാം. നുണ പറയാതിരിക്കുക. അതേപോലെ തന്നെ സത്യസന്ധമായി അവരോട് സംസാരിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കഴിയുന്നതും നമ്മൾ മറ്റുള്ള ആളുകളുടെ കുറ്റവും കുറവും പറഞ്ഞ്, അല്ലെങ്കിൽ എന്റെ ലീഡർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം പറയുന്നതിന് പകരം ആ വ്യക്തിയോട് നമ്മൾ സ്നേഹത്തോടെ നിന്ന്, ഞാൻ കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ, എന്റെ ഇന്ന ആളെ എന്ന് പറഞ്ഞ് നമുക്ക് അവനെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മളുടെ കൂടെ നിൽക്കും. ആ സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടീം ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. ടീം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഉപദേശിക്കാതിരിക്കട്ടോ. ചില ആളുകളുണ്ട് ഭയങ്കരമായ ഉപദേശിക്കും. മകൻ സാറേ വളരെ വലിയ ഉപദേശം ഉണ്ടാവും. ഭഗത് സാറിന്റെ എല്ലാരും ഇഷ്ടമാണ്. പക്ഷെ നമ്മള് എല്ലാ മീറ്റിംഗ് സെന്ററിലും കാണുമ്പോൾ എടുത്തതായത് നമുക്ക് ഈ ചിരിച്ച മുഖങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്യാമറ കോൾ ചെയ്തിരിക്കുമ്പോഴേ ഒന്ന് ചിരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ, അതേപോലെ നമ്മളെ നൈനാമേടൊക്കെ എപ്പോഴും
ചിരിച്ച് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ആളുകൾ നമ്മൾ ഓരോരുത്തരും കേട്ടോ. എല്ലാരും ഇപ്പൊ ഇങ്ങനെ പേരെടുത്ത് പറയൊന്നുമില്ല, എല്ലാവരും. അപ്പൊ ഉപദേശം, ഭയങ്കരമായ ഉപദേശം കൊടുക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപദേശം ഇഷ്ടമുണ്ടോ? ആർക്കെങ്കിലും ഉപദേശം ഇഷ്ടമുണ്ടോ? ഇഷ്ടമുള്ളവരുണ്ടോ? ഉപദേശിച്ചാൽ എന്താ സംഭവിക്കുക? ആ വ്യക്തിയോട് നമുക്ക് വെറുപ്പ് തോന്നാം, അല്ലെങ്കിൽ ഒരു പരിഹാസ ആയിട്ട് തോന്നും. ഓൻ ആരാ നമ്മളെ ഉപദേശിക്കാൻ? ഓൻ എങ്ങനെ ഒരു ഉപദേശിട്ടാവും അല്ലെ? അങ്ങനെ തോന്നും. അപ്പൊ എങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം അല്ലെ? ഇപ്പൊ നമുക്കിപ്പോ എന്ത് വേണം? നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ സമീപിക്കുമ്പോ ഒരു ഉപദേശകന്റെ രീതിയിലല്ല അവരോട് അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ല, ഈ ചെയ്തത് ശരിയല്ല, എടാ ഞാൻ പറഞ്ഞ ഈ കേട്ടില്ലല്ലോ, ഇത് എന്താ എങ്ങനെ പിന്നെ ഈ നേരാവുക? എങ്ങനെ ഈ ബിസിനസ്സിൽ 10 രൂപ ഉണ്ടാക്കും എന്നൊന്നും അല്ല പ്രിയപ്പെട്ടവർ പറയണ്ടേ. അവരെ നമ്മളെ ആ 7 അയലത്ത് കൂടെ വരൂല, അവരിട്ടിട്ട് പോകും. അപ്പൊ നമ്മളെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചിരിച്ച് കൈ പിടിച്ച് ഒന്ന് സന്തോഷത്തോടെ അവരെ കൂടെ ഒന്ന് ഇരുന്ന്, ഇത് ജഗതി പറഞ്ഞ മാതിരി എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അത് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ, ഞാൻ ചെയ്യുന്നതാ ഞാൻ പറയുള്ളൂ. അവരെ കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൂടെ ഒന്ന് പോയി ഇരിക്കണം. ഞാനും മുസ്തഫ മാഷ്, എന്റെ ഗ്രേറ്റ് ലീഡർ മുസ്തഫ സാറൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. അവിടെ ഒന്ന് പോയി ഇരുന്നിട്ട് അവരുടെ പ്രശ്നങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വന്ന ആളുകളൊന്നും അല്ല കേട്ടോ, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. എന്താ അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരു കേൾവിക്കാരനായിട്ടിരുന്ന് വളരെ സന്തോഷത്തോടു കൂടെ, അവരുടെ ഫിനാൻഷ്യൽ പ്രശ്നമാണെങ്കിൽ അത്, അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്, അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് മാറാൻ കഴിയണം പ്രിയപ്പെട്ടവരെ. എല്ലാത്തിന്റെയും പ്രശ്നത്തിന്റെ ഒരു 99% പൈസയാണ്. ഇതിന്റെ പേരിലാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. പൈസ ഉണ്ടെങ്കിൽ നമുക്കില്ലേ വീട്ടിലെങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവണേ? നമ്മളെ വീട്ടുകാരെന്താ പറയാ, ആ സാധനമല്ല ഈ സാധനമല്ല, അത് അന്ന് പറഞ്ഞതല്ല, ചെയ്തില്ല, ഇത് വേണം, ഇതെല്ലാം ഇപ്പൊ പറയാറുള്ളത്. ഇതിനൊക്കെ എന്താ വേണ്ട? ക്യാഷ് വേണം. ഈ ക്യാഷ് ആണ് 99%. പിന്നെ ഒരു മനപ്പൊരുത്തം കൂടി ഉണ്ട്, അത് വേറെ, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അപ്പൊ ഇത് അവരെ കൂടെ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ പ്രശ്നങ്ങളൊന്നും ഒന്ന് ഇടപെടുക. എങ്ങനെ ഇടപെടുക? അല്ലെങ്കിൽ ഭഗത് സാറേ, അല്ലെങ്കിൽ ഖദീജ മാഡം, ഞാൻ കൂടെ ഉണ്ട്. നിങ്ങളെ മെയിൻ പ്രശ്നം ക്യാഷ് ആണല്ലോ. ഇന്നിപ്പോ നിങ്ങൾ നിലവിൽ എടുക്കുന്ന ജോലി എന്താണ്? ഒന്നിലും ഓട്ടോ ഓടിക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല കൂലിപ്പണിക്കും പോകായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറുകിട ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ആയിരിക്കും ഇപ്പോ ഉണ്ടാവുക മിക്കവാറും, എന്തെങ്കിലും ഒരു ജോലിയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെ അതൊന്ന് അവരുടെ ആ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയുടെ ഒരു എമൗണ്ട് ഒന്ന് മെഷറബിൾ ചെയ്യണം, ഒന്ന് അളന്നെടുക്കണം, ഒന്ന് കറക്റ്റ് ആയിട്ട് എത്ര രൂപ അവർക്ക് ആവശ്യമുണ്ട്, എത്ര രൂപ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത്. അതൊന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരോട് ചേർന്ന് നിന്ന് നമ്മുടെ ബിസിനസിന്റെ ആ ബ്യൂട്ടി അവരുടെ ബ്രെയിനിലേക്ക് കൊടുക്കണം. ഇതൊരു ബാലികേറ മലയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് പ്രിയപ്പെട്ടവരെ. വളരെ സിമ്പിൾ നമ്മുടെ പ്ലാൻ ഒന്ന് കൊടുത്തിട്ട്, ഇത് ഇന്നതാണ് നമ്മുടെ സർവേഷന്റെ അനുഗ്രഹത്തിലാണ് സാറേ നമ്മളൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിഞ്ഞത്. ഇതിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് വിഷയങ്ങൾ. നമ്മുടെ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്, കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങളുള്ള വലിയൊരു
വ്യവസായമാണ് ഇവിടെ. നമ്മളിപ്പോ ചെയ്യേണ്ടത് വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഈ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി അവരോട് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. ലിസ്റ്റ് അവിടുന്ന് മേക്കിംഗ് ആവും. ഇതാണ് ടീം ബിൽഡ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. ഇത് ഇല്ലാതെ നമ്മളെ കയ്യിൽ ഒരു ഫാമിലി ബോണസിനുള്ള എമൗണ്ട് വന്നു, ആ എമൗണ്ട് വെച്ച് ഒരു ഫാമിലി ബോണസ് അടിച്ചു, ടീമിനോട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലെങ്കിൽ, ഒരു സന്തോഷമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ടീം ഒന്നും ഉണ്ടാവില്ല. നേരെ ഓപ്പോസിറ്റ് ആണ്, ഉൾട്ടടിക്കും. കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മള് റേഡിയോ തുറന്ന പോലെ ആവരുത്. നമ്മളെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറയാം. അങ്ങനെ ഉണ്ട് കുറെ ആൾക്കാർ. പിന്നെ റേഡിയോ അങ്ങോട്ട് പറഞ്ഞ കേൾക്കൂലല്ലോ, പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ ആ രീതിയിലാവരുത്. കാരണം പല ആളുകളും പ്രിയപ്പെട്ടവരെ പല പ്രയാസത്തിലാണ്. നമ്മളെ രമേശൻ സാറിന്റെ ക്ലാസ്സിൽ രമേശ് സാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന രക്ഷപ്പെടുത്തിയൊരു കാര്യം പറഞ്ഞു. എല്ലാം റെഡി ആയിട്ട് സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ദാ രമേശൻ വിളിക്കണോന്ന് പറഞ്ഞു. അപ്പോ എന്ത് ചെയ്തു? മൈൻഡ് ഒരു സെക്കൻഡോട് മാറി ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു ഇത് പറഞ്ഞിരുന്നു. നമ്മളെ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഓരോ മനുഷ്യന്റെ അവസ്ഥ. പല സമയത്തും പല സ്വഭാവക്കാരാണ് നമ്മള് അല്ലെ, നമ്മൾ പല അച്ഛനും അമ്മക്കും ഉണ്ടായതല്ല, പല ജീനുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്, പല DNA പക്ഷെ നമുക്ക് കോമൺ ആയിട്ടൊരു DNA വേണം കേട്ടോ. നമുക്ക് ഈ MLM ചെയ്യുമ്പോ, ഒരു ബിസിനസ് ചെയ്യുമ്പോ എല്ലാവരെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അത് വളരെ അത്യാവശ്യമാണ്. അതായത് ഈ തെങ്ങിനും കമുങ്ങിനും ഒരേ തളപ്പിടരുത് എന്ന് പറയില്ല. ചുരുക്ക ഭാഷ അതാണ്. ആളുകളെ കണ്ട് അതാത് കൊടുക്കേണ്ടത് കൊടുത്താൽ മതി. അധികം ആളുകളും അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങളും നമ്മളെ പൊങ്ങച്ചു, ഞാൻ അതായിരുന്നു ഇതായിരുന്നു മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ റേഡിയോ തുറന്നു വെച്ച പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് കേൾക്കില്ല. ആ സ്വഭാവം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ടീം ഉണ്ടാവില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, ബയോട്ടോറിയം എന്ന് പറയുന്ന ബിസിനസ് സ്നേഹത്തോടെ പോകേണ്ട ബിസിനസ്സാണ്. മനോജ് സാർ ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നാളെ ടോപ്പിക് എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. വളരെ സ്നേഹത്തോടെ പറഞ്ഞു. ആ സ്നേഹത്തിന്റെ കാര്യം പറയണേ. ഞാൻ ഇന്നലെ ഒരുപാട് വൈകിട്ട് അവിടെ എത്തി. ഞാൻ കോഴിക്കോട് നിന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരത്തെ പോന്നെങ്കിലും വീട്ടിലെത്തിയപ്പോ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നേരെ ഒരുപാട് വൈകി. കനത്ത മഴ. ഞാൻ മനോജ് സാറോട് പറഞ്ഞു, സാറേ റേഞ്ച് കിട്ടുമെന്ന് അറിയില്ല. രാവിലെയൊക്കെ റേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ വാക്കുകളിലുള്ള ഓരോ സ്നേഹം ആണ് നമുക്ക് ഓരോ പ്രവൃത്തി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നമുക്ക് ചെയ്യണം എന്ന് തോന്നൽ ബ്രെയിനിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറ്റൊരാൾ വേണം. നമ്മൾ സ്വയം എത്ര വലിയൊരു നമ്മള് സ്വയമായിട്ട് നമ്മളൊരു പവർഫുൾ മാൻ ആണ്, നമ്മള് വലിയ സംഭവമാണെന്നൊക്കെ നമ്മൾ സ്വയം ധരിക്കുന്നുണ്ടെങ്കിൽ വേണ്ട, ധരിക്കണ്ട. ഒരാള് നല്ല ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരി നമുക്കുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ അവരൊപ്പം നമ്മളെ പ്രയാസങ്ങളൊക്കെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും ഇത് തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു പ്രോത്സാഹനം, അവരെ കൂടെ നിർത്തുക. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഒരാള് നമ്മളെ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന വ്യക്തി നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് ഉണ്ടെങ്കിൽ അവൻ നമ്മളുമായി അകന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിരന്തരമായ ഫോളോ അപ്പ് നമ്മൾ ചെയ്തിരിക്കണം.
നമ്മളുടെ വ്യക്തിത്വം കണ്ടിട്ടല്ലാതെ മനോജ് സാറിനെ കണ്ടിട്ടോ മുസ്തഫ സാറെ കണ്ടിട്ടോ അഭിലാഷ് സാറിനെ കണ്ടിട്ടോ ഒന്നും ആരും ടീമിലേക്ക് വരില്ല. അത് നമ്മൾ മാറ്റണം. ഉപദേശിക്കാതിരിക്കുക, അതാ ഞാൻ പറഞ്ഞു. ഉപദേശിക്കരുത്. ഒരു സാൻഡ്വിച്ച് ഉണ്ടല്ലോ, ഒരു സാൻഡ്വിച്ച് മോഡലായിരിക്കണം നമ്മൾ കൈകാര്യം. ഒന്ന് കടിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു കക്കരി ഉണ്ടാവും, ഒരു ക്യാരറ്റ് ഉണ്ടാവും, ഇങ്ങനെ അത് ഇങ്ങനെ ചവച്ച് ആ രീതിയിലാവും അവരെ ബോധ്യപ്പെടുത്തേണ്ട. അതല്ലാതെ നമ്മളെ കഥാപ്രസംഗം കേട്ട് ഇരിക്കാനുള്ള ആളുകളല്ല. അവരെ സ്നേഹിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനൊരു ഉപാധി ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഒരു സെക്കൻഡ്. ഓക്കെ, പരിശീലനം അല്ലെ, ഇത് ഒരു വിഷയമാണ്. മറ്റൊന്ന് നമ്മൾ പരിശീലനമാണ് അല്ലെ. പരിശീലനം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അവരെ പരിശീലിപ്പിച്ചെടുക്കുക? നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കുക. ഇതിനെ എന്ത് ചെയ്യണം? നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ, ഈ സൂം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ട്രെയിനിങ്ങും നിരന്തരം അപ്ഡേഷനും എഡ്യൂക്കേഷനും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ വളരെ സൗമ്യമായി അവർക്ക് ഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ടീം ബിൽഡ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം. അതേപോലെ തന്നെ നിരന്തരമായ പിന്തുണ നമുക്ക് കൊടുക്കും അല്ലെ. എങ്ങനെ ഈ പിന്തുണ കൊടുക്കുക എന്ന് പറയുമ്പോ എങ്ങനെ? നമ്മൾ അവർക്ക് തന്നെ സപ്പോർട്ട് കൊടുക്കുക. ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് കൊടുക്കണം? ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവരിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ആ കാര്യങ്ങൾ കൂടെ പഠിപ്പിച്ചു കൊടുത്ത് എന്ത് ചെയ്യണം? അവരെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളായിട്ട് അവരെ എന്ത് ചെയ്യരുത്. ഓരോ ആളുകൾക്കും ഓരോ ശൈലി ഉണ്ടല്ലോ, ആ ശൈലി മതി. ഇപ്പൊ മനോജ് സാർ ആവേണ്ട അംസക്കൊരു ശൈലിയുണ്ട്. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ശൈലിയിൽ വളരെ ഭംഗിയായി, വളരെ ചുരുക്കിയിട്ട് എന്ത് ചെയ്യാം, അവരെ നമ്മളെ ഈ പ്ലാൻ പ്രസന്റേഷൻ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് പറഞ്ഞ് ഇതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടുന്ന എന്തൊക്കെയാണ് ഒരു ബിസിനസ്സുമായി വേണ്ടത്, അല്ലെങ്കിൽ ഒരു ടീം വർക്ക്, ഒരു ടീമിനെ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുള്ള അതിന്റെ ടൂളുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും, അറിവിലൂടെ കൊടുക്കാൻ പറ്റും. ഇന്നൊക്കെ ടൂളായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, സോഷ്യൽ മീഡിയ മാത്രം യൂസ് ചെയ്തിട്ട് ടീമിനെ ബിൽഡ് ചെയ്ത ആൾക്കാരൊക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ധാരാളം. അതേപോലെ പ്രിയപ്പെട്ടവരെ, ലക്ഷ്യബോധം അല്ലെങ്കിൽ മറ്റൊന്നാണ് ലക്ഷ്യബോധം അല്ലെ. അവർക്കൊരു ലക്ഷ്യബോധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമുക്കൊരു ലക്ഷ്യബോധം വേണം. നമ്മൾ ഇന്നതാണ് നമ്മളെ ലക്ഷ്യം എന്ന് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം. നമ്മളൊരു ടീം നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്താ പറയാ, നമുക്കൊരു ലക്ഷ്യം ഇല്ലെങ്കിൽ നമ്മൾ എന്താവും? കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ കോഴിക്കോട് ബസ് തന്നെ കയറണ്ടേ, പാലക്കാട് ബസ് കയറിയിട്ട് കാര്യമില്ലല്ലോ. എന്നപോലെ നമുക്ക് ഒരു ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാവണം, ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യണം. ഇത് വെറുതെ നടക്കാത്ത സ്വപ്നമാവരുത്. ചെറിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്തെടുക്കാനുള്ള സംവിധാനങ്ങൾ, അതിന്റെ ടൈം ബോൾഡ് ആയിട്ട്, മെഷറബിൾ ആയിട്ട് അത് ചെയ്തെടുക്കണം. ഇതൊക്കെ നമുക്ക് ഒരു ദിവസം നമുക്ക് മിനി സാർക്ക് വളരെ വ്യക്തമായി നമുക്കിത് പറഞ്ഞ കാര്യങ്ങളാണ്. ലക്ഷ്യമില്ലാത്ത ഒരു വ്യക്തിക്കും ഇതിനകത്ത് വിജയിക്കാൻ കഴിയും. അപ്പൊ ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയായി നമ്മൾ തന്നെ മാറിക്കഴിഞ്ഞാലുള്ളൂ നമ്മൾ മറ്റുള്ള ഒരാളെ ഇതിനകത്തേക്ക് ആ രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ.
പിന്നെ വേണ്ട ഒരു കാര്യമുണ്ട്, വളരെ അത്യാവശ്യമാണ്. നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം, അല്ലെ? നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. സത്യത്തില് നിങ്ങളെയൊക്കെ എല്ലാ ടീമുകളും ഈ സൂമിൽ കയറിയിട്ടുണ്ടോ? 192 പേരേ ഉള്ളൂ. ഇത് 500 ആക്കാൻ ഒരു പ്രയാസം നമുക്കില്ല. സത്യത്തില് നമ്മുടെ ടീമാംഗങ്ങള് നമ്മളെ സൂമിൽ കയറ്റിയിട്ടുണ്ടോ? നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഒരു ലീഡറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മളെ പ്രവർത്തിക്കൂല. ഞാൻ അടക്കാട്ടോ പറയണേ, എന്നെ തന്നെ ഞാൻ പറയണേ, അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളെല്ലാവരും ഉപദേശിക്കും. നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിക്കും നമ്മൾ മുന്നിൽ ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ കണ്ടിട്ടാണ് നമുക്ക് ടീം ഉണ്ടാവുള്ളൂ. നമ്മളെ കണ്ടിട്ടാണ് ഒരാൾ നമ്മളെ നമ്മളിലേക്ക് വരുന്നുള്ളൂ. വേറെ ആരെയും നോക്കിയിട്ടല്ല. കമ്പനി പ്രൊഫൈലും മറ്റുള്ള ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മളാണ് ആ വ്യക്തിയെ, നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തിനെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരിലൂടെ വീണ്ടും ടീം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഉത്തരവാദിത്തങ്ങൾ വേണം. ആ ഉത്തരവാദിത്തം എന്താണ്? ഇതിലൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അതന്നെ അതിന്റെ ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്തം ചെയ്യാതെ നമ്മൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി പോലും നമ്മളെ കൂടെ ഉണ്ടാവില്ല. മനോജ് സാറ് പറയും, ഡെയിലി 5 പേരോട് നമ്മൾ ഈ കൺസെപ്റ്റ് പറയണം. സത്യം പറഞ്ഞാൽ ഇനിയിപ്പോ കൺസെപ്റ്റ് പറയാനൊന്നും പോകണ്ട. നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തികളെ, ഈ അസോസിയേറ്റ് ചെയ്ത വ്യക്തികളെ എന്ന് കണ്ടതാണ് നിങ്ങൾ? ഒന്ന് പറയും, എന്ന് കണ്ടതാ? കുറെ ആൾക്കാർ അസോസിയേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ച് പോയിട്ടുണ്ട്. എന്ന് കണ്ടതാണ്? ചിലപ്പോ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അങ്ങനെ പോന്നിട്ടുണ്ടാവും. ഞങ്ങളൊരു ലീഡറെ, ഞാനും മുസ്തഫ സാറും പാട്ട ഒരു ലീഡറെ കാണാൻ വേണ്ടി പോയി. നിരന്തരം പരാതി മാത്രമേ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോയപ്പോ ചെറിയൊരു എക്സാമ്പിൾ, സ്ട്രോക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കൈയൊക്കെ ഒന്ന് ക്ലിയർ ആയി ഇങ്ങനെ വന്ന് ഇതായതാണ്. ആ കൊണ്ടേ കൊടുത്ത അന്ന് വളരെ ആവേശത്തോടു കൂടെ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ചെന്ന് ഇപ്പൊ ഇതിങ്ങനെ പരാതി പറയുന്നത് ഇമ്പ്രൂവ്മെന്റില്ല, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഞങ്ങൾ അവിടെ ഈ പരാതിയും കേട്ടിട്ട് ഞങ്ങൾ ചെന്നപ്പം, നമ്മളൊരു വലിയൊരു കറന്റ് ലീഡറാണ്, പേരൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല. അവിടെ ചെന്നപ്പം വാട്ടർ എനർജി പാഡ് ഉണ്ട് അലുമാറയിലിരിക്കണം. വാട്ടർ എനർജി പാഡ് എവിടെ ചോദിച്ചപ്പോ അലുമാറയിലുണ്ട്. അലുമാറിന്റെ ഉള്ളത് താക്കോലൊക്കെ ഇട്ട് അതിന്റെ ഉള്ളിൽ നിന്നുണ്ട്. വളരെ ഫ്രഷ് ആയിട്ട് ആ സാധനം, കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടില്ല. റിസ്റ്റ് ബാൻഡ് ഇല്ല, കയ്യിലില്ല. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തികൾ നമ്മൾ എന്ന് കണ്ടതാണ് സത്യത്തില്. അപ്പൊ നമ്മളൊരു ഉത്തരവാദിത്തമാണ് അവരൊക്കെ ഒന്ന് വിളിക്കുക. നമ്മള് ചില ആളുകളൊക്കെ ക്രിമിനൽ ആയിട്ടാണ്, ഞാൻ വിളിച്ചവൻ മൊബൈൽ എടുക്കൂല, ഞാൻ വിളിച്ചവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മളാണ് സാർ, നമ്മളാണ് അതിലും കഷ്ടമുള്ള ആൾക്കാർ, നമ്മളാണ് സത്യത്തില്. പ്രിയപ്പെട്ട ഓരോ ആളുകളുടെ സിറ്റുവേഷൻ പല രീതിയിലാണ്, പല പ്രയാസത്തിലാണ്. അവരുടെ സന്ദർഭവും അവരുടെ ആ ഒരു ഇത് നോക്കിയിട്ട് നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്ത് വളരെ സ്നേഹത്തോടെ കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാല് അവര് നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കും, ഒരു സംശയം വേണ്ട. ശത്രു മിത്രമായിട്ട് മാർക്കറ്റിംഗിൽ ശത്രുക്കളില്ല. നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റണം പ്രിയപ്പെട്ടവരെ. അപ്പോ എല്ലാവരും ഒന്ന് സ്നേഹിക്കുക, പുഞ്ചിരിക്കുക, ഒന്ന് ഉപദേശിക്കാതിരിക്കുക. ഉപദേശം വേണം, അത് അതിൻ്റെതായ, ഞാൻ പറഞ്ഞ പോലെ ഈ സാൻഡ്വിച്ച് മോഡല് ഉപദേശം ആക്കുന്നത് നല്ലതാണ്. നുണ പറയാതിരിക്കുക, പൊങ്ങച്ചം കാണിക്കാതിരിക്കുക, ലളിതമായ വിനയത്തോടു കൂടെയുള്ള പെരുമാറ്റം. പിന്നെ വേറെ ഒരു കാര്യം, നമ്മുടെ ടീമിനകത്ത് തന്നെ നടക്കുന്ന മറ്റൊരു വിഷയം,
ചില ആളുകൾ നന്നായിട്ട് പെർഫോം ചെയ്യും. ആര്? നമ്മളുടെ ടീമിലുള്ള നമ്മളെ ഏതെങ്കിലും ഒരു നമ്മളെ ലീഡേഴ്സ് ആയിട്ട് അവരെന്ത് ചെയ്യും? വളരെ ഉയർന്നു വരും. നമ്മളിത് ഇങ്ങനെ നോക്കിക്കാണുകയായിരിക്കും. നമ്മുടെ ടീമിലുള്ള ആളുകൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത് നമ്മൾ കാണുകയായിരിക്കും. ഇത് വളർന്നു വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പ്രോത്സാഹിപ്പിച്ച് സന്തോഷത്തോടു കൂടെ ചേർത്ത് നിർത്തുക. അതിനു പകരം അവര് പെർഫോം ചെയ്യുന്നത് അസൂയയും കുശുമ്പുമായി കണ്ട് നിന്ന് കഴിയുന്ന ലീഡേഴ്സ് ഉണ്ട്. അതൊരു സൈക്കോളജിക്കൽ ഒരു ട്രീറ്റാണ് അതിന് കൊടുക്കേണ്ടത്. അങ്ങനെ സംഭവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക, അല്ലെ? അല്ല പറ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു കാര്യമാണ് സംഭവം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ലളിതമായ സംഭവം ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് പറഞ്ഞതല്ല, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ, ആ ഒരു നാച്ചുറൽ അതാണ് ഇപ്പൊ ഞാൻ അവതരിപ്പിച്ചത്. ഇതിനെ വളരെ ശാസ്ത്രീയമായിട്ടും വളരെ നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ ഇന്ന് ഇങ്ങനെ ആവട്ടെ. എന്തായാലും എല്ലാ പ്രിയപ്പെട്ട എൻ്റെ കൂടപ്പിറപ്പുകളും വളരെ വലിയ നന്മ നേരെയാണ് ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന്. എന്തായാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹാഭിവാദ്യം ഇതിലൊക്കെ ചെയ്യാം. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, നിർബന്ധിച്ച് നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഒന്ന് ചെയ്യാം. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറയാം, ബയോട്ടോറിയം എന്ന് പറയുന്നത് വേറെ ലെവലിലാണ്. ബയോട്ടോറിയത്തിനെ പോലെ മറ്റൊന്നില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇത് താരതമ്യം ചെയ്യല്ലേ. ഒരു ദിവസം 4ഉം 5ഉം ലിങ്കുകളൊക്കെ വരുന്നുണ്ട് പല പല കമ്പനികളുടെ, അല്ലെ? പല ആൾക്കാർക്കും പല അങ്ങോട്ട് ക്ഷണിച്ചും ഇങ്ങോട്ട് ക്ഷണിച്ചൊക്കെ ഉണ്ട്. ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ, ബയോട്ടോറിയത്തിനെ പോലെ ബയോട്ടോറിയം മാത്രം. ബയോട്ടോറിയത്തിന്റെ MD ഡോക്ടർ സാഗർ ജോഷിയെ പോലെ സാഗർ ജോഷി മാത്രം. വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലെ ചക്രവർത്തിയാണ് ഈ ബയോട്ടോറിയം. അതുകൂടാതെ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി തരുന്നുണ്ട്. നമ്മുടെ സർവ്വ സ്വപ്നങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മഹത്തായ സർവേശ്വരന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കമ്പനിയിലാണ് നമ്മളുള്ളത്. അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നേടിയെടുക്കുക, അതിനായിട്ട് പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സർവ്വ നന്മകളും നേർന്നുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ഹംസ സർ. ഇന്നത്തെ ഈ സെക്ഷൻ അതിഗംഭീരമായി തന്നെ നമ്മുടെ സാറ് കൈകാര്യം ചെയ്തു. ഒരു ടീം എങ്ങനെയായിരിക്കണം, അതിലുള്ള എല്ലാ പേരെയും എങ്ങനെ കൂട്ടി ഒരുമിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുപോകാം എന്നുള്ളതും, അസൂയയും കുശുമ്പും ഇല്ലാതെ തന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടി ആ ടീമിനെ നിലനിർത്തി കൊണ്ടുപോകാനും ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തില് നല്ല ക്ലിയർ ആയി നമ്മുടെ സാറ് ക്ലാസ് എടുത്തു തന്നു. നർമ്മരസത്തിൽ തന്നെയാണ് ഹംസ സാറിന്റെ സംഭാഷണം. അത് ഏവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇത്രയും നല്ല രീതിയിൽ ക്ലാസ് എടുത്ത സാറിന് ഒരിക്കൽ കൂടി എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമുക്കൊരു ഡിജിറ്റൽ ക്ലാപ്പൊക്കെ അദ്ദേഹത്തിന് നൽകാം. ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന വ്യക്തിയാണ് ഹംസ സാറ്. അത് നമ്മുടെ ഒരു നന്ദി അറിയിക്കലാണ്. നമുക്ക് നേരിട്ടാകുമ്പോൾ നമുക്ക് കൈയടിച്ച് നൽകാം, പക്ഷെ എന്നാലും മൊബൈൽ കൂടി നമുക്കൊരു ഡിജിറ്റൽ ക്ലാപ്പ് അദ്ദേഹത്തിന് നൽകാം. ഓക്കെ, താങ്ക് യു സർ. കൂടാതെ നമ്മുടെ ഇന്നത്തെ കൺക്ലൂഡിങ് സെക്ഷൻ ചെയ്യുന്നത് നമ്മുടെ മനോജ് സാറെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു അവസരം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചെന്ന, കേരളത്തിലേക്ക് ഇതുടനീളം പ്രചരിപ്പിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ KBCയുടെ അദ്ദേഹത്തെ ഞാൻ
ഈ സൂമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മനോജ് സാർ. നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് ടീം ബിൽഡിംഗ് ആണ്. അതാണ് ഇത്രയും നേരം നമ്മുടെ പ്രിയപ്പെട്ട ഹംസ മണ്ണാർക്കാട്. എല്ലാവർക്കും അറിയാം ഹംസ സാറിനെ. എപ്പോ കണ്ടാലും ചിരിച്ചൊരു മുഖമായിട്ടുണ്ടാവുള്ളൂ. ചിരിക്കാതെ അദ്ദേഹത്തിന് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ആരെ കണ്ടാലും മുന്നോട്ട് ഇറങ്ങി വരാനും പരിചയപ്പെടാനും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും നല്ലൊരു മോട്ടിവേഷൻ നൽകാനും പറ്റുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ ഹംസ സാറ്. എല്ലാവർക്കും അറിയാം. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഇപ്പൊ കർണാടകത്തിലേക്കും അവര് ലഗുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു അടിപൊളി പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ വിജയാശംസകളും ഹംസ സാറിനും ടീമിനും ഈ അവസരത്തിൽ നേരുകയാണ്. ടീം ബിൽഡിങ്ങിന്റെ ആവശ്യകതയെ കുറിച്ച് നമുക്കറിയാം. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ടീം ബിൽഡിംഗ് ബിസിനസ് ആണ്. ഇത് ഒറ്റക്ക് ആർക്കും വിജയിക്കാൻ പറ്റില്ല. ഇനി ആരെങ്കിലും അങ്ങനെ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒറ്റക്ക് ഒരാൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല. ചില ആളുകൾ വിചാരിക്കുന്നത് എന്റെ കഴിവുകൊണ്ടാണ് ഇത് മുഴുവൻ നടക്കുന്നത് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ടീമിന്റെ സക്സസ് ആണ്. നല്ല ടീമിനെ ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ, നമ്മുടെ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ, നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ടീമാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ടീം ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതൽ കയ്യിലേക്കൊന്നും പോകുന്നില്ല. സാർ ഇവിടെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. ഇത് ബന്ധങ്ങളിലൂടെയാണ് ടീം ബിൽഡിംഗ് നടക്കുക. റിലേഷൻഷിപ്പ് ആദ്യം ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. ബന്ധങ്ങൾ ഇല്ലാത്തടത്ത് ഒരു ടീമും ഉണ്ടാവില്ല, ഒരു ബിസിനസ്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ബന്ധങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ബന്ധങ്ങൾ എങ്ങനെയാണ് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ പെരുമാറ്റം, അല്ലെ? നമ്മുടെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അവരെ നമ്മൾ ബഹുമാനിക്കുക, ആദരിക്കുക, റെസ്പെക്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ആളുകളെ അവഗണിക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ റിലേഷൻഷിപ്പ് വളർത്താൻ പറ്റില്ല നമുക്ക്. എല്ലാവരും ഈ ദൈവത്തിന്റെ മുന്നിൽ തുല്യരാണ്. ചില ആൾക്ക് നല്ല നിറവുണ്ടാവും, അല്ലെ? ചില ആൾ കറുത്തവരായിരിക്കും, ചില ആൾ ഉയരം കുറഞ്ഞവരായിരിക്കും, ചില ആൾ കാണാൻ ഭംഗിയില്ലാത്തവരായിരിക്കും. ഇതൊന്നും അല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നമ്മുടെ ജീവനെല്ലാം തുല്യമാണ് എല്ലാവരുടെയും. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ പ്രാധാന്യം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം നിങ്ങളുടെ ടീമിലുള്ള ആൾക്ക്. അപ്പോഴാണ് എപ്പോഴും അവർക്ക് നമ്മളോട് ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പാർഷ്യാലിറ്റി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകും സ്വാഭാവികമായിട്ടും. അപ്പൊ എല്ലാവരും സമഭാവനയോട് കണ്ടുകൊണ്ട് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ള ഒരു പോളിസി കൊടുത്തുകൊണ്ട് എല്ലാവരെയും ബഹുമാനിച്ച് സ്നേഹിച്ച് ആദരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവർ നമ്മുടെ കൂടെ നിൽക്കും. അതാണ് എന്റെ രീതി എന്ന് പറഞ്ഞത്. സംസാരം ഇവിടെ സൂചിപ്പിച്ചു. പലരും സംസാരിക്കാനുള്ള അവസരം പോലും ലീഡേഴ്സ് കൊടുക്കില്ല എന്നുള്ള. ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുന്ന ചില ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്കറിയാം, അല്ലെ? ഇങ്ങനെ കമാൻഡിങ് പവറിൽ പോകുന്ന ചില ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. അവരുടെ കൂടെയൊന്നും ആളുകൾ എപ്പോഴും നിലനിൽക്കില്ല എന്നുള്ളതാണ്. ടീമും നിലനിൽക്കില്ല. അതൊക്കെ ഈ പ്രകൃതി തന്നെ എടുത്ത് കളയും. അത് പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് റിലേഷൻഷിപ്പിലൂടെയാണ് നമ്മൾ ഫസ്റ്റ് ടീം ബിൽഡ് ചെയ്യേണ്ടത്. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക ആളുകളായിട്ട്. അവരായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ പെരുമാറുക, അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കുക. റെക്കഗ്നേഷൻ കൊടുക്കേണ്ട സമയത്ത് റെക്കഗ്നേഷൻ കൊടുക്കുന്നില്ല പലരും. ഒരു ചെറിയൊരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ പോലും അടിപൊളി, സൂപ്പർ, നിങ്ങളാണ് എന്റെ ടീമിൽ ഫാസ്റ്റ് ആയിട്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത ആള്, കേട്ടാ, സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കില്ല. അപ്പൊ ആ രീതിയിലേക്ക് എല്ലാവരും എന്ത് ചെയ്യണം? വളരെ റെക്കഗ്നേഷൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ചെറിയൊരു കാര്യം ചെയ്താൽ പോലും അടിപൊളി, സൂപ്പർ, നന്നായിട്ടുണ്ട് കേട്ടോ, എക്സലന്റ് പെർഫോമൻസ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യണം നമ്മളെപ്പോഴും. അപ്പോഴും സ്വാഭാവികമായിട്ടും ആ ടീം നമ്മുടെ കൂടെ തന്നെ നിൽക്കും. തെറ്റുകൾ ഉണ്ടാവും. തെറ്റുകൾ വന്നാൽ പരസ്യമായിട്ട് വിളിച്ചു പറയാതെ ഉണ്ട്. ചില തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ വലിയ ലീഡറാന്നുള്ളതെങ്കിൽ പരസ്യമായിട്ട് വിളിച്ചു പറയാതെ, തെറ്റുകളുണ്ടെങ്കിൽ നമ്മളത് ചൂണ്ടിക്കാട്ടുമ്പോൾ ആദ്യം അവർ ചെയ്ത പോസിറ്റീവ് കാര്യങ്ങൾ ആദ്യം പറയണം. ആ ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, അത് നന്നായിരുന്നു, കേട്ടില്ലേ, സൂപ്പർ ആയിരുന്നത്. എന്നാൽ മറ്റൊരു കാര്യം ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായനെ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാവില്ല. അല്ലാതെ നീ എന്ത് ചെയ്ത് മറിച്ചാണ്, നീ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല, അല്ലേ? ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷെ തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോഴും അവരുടെ ഹൃദയവേദന വരാത്ത രീതിയിലേക്ക്, എന്നാൽ അവർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക്
നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കണം. ടീം ബിൽഡിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. തെറ്റുകൾ പലരും ചെയ്യും, ഇല്ലാന്ന് പറയുന്നില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പൊ തെറ്റിനെ നേരെ ചൂണ്ടിക്കാണിക്കാതെ നേരത്തെ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് എന്തുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് ചോദിച്ച് മെല്ലെ അവരെ നമ്മളെ മാനസികമായി തയ്യാറാക്കി ആ കാര്യം ചെയ്തത് അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെയാണെങ്കിൽ കുറേം കൂടി നന്നാവുമായിരുന്നു, അതെന്താ അങ്ങനെ ചെയ്തത്, ഇനി അങ്ങനെ ചെയ്യണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അവർ ഉൾക്കൊള്ളൂ സ്വാഭാവികമായിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് ടോക്കിംഗ് ശരിയല്ലെങ്കിൽ അവർ ബിസിനസ് നിർത്തിപ്പോകും. ഒരു വ്യക്തിയല്ല നമ്മുടെ കൂടെ വരുന്നത്, അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്മൾ കാണുമ്പോൾ അയാൾ വേണമെങ്കിൽ ചെയ്തോട്ടെ, ഇല്ലേ? ചില ആൾ പറയാറുണ്ട് അല്ലേ, വേണമെങ്കിൽ ചെയ്തോ, എനിക്കൊന്നും വിഷയമല്ല. അങ്ങനെയല്ല സുഹൃത്തുക്കളെ, ഒരാളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ വരും. ആരാണ് എവിടെയോ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബിൽഡിംഗായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട് ഇന്ന് തിരക്കാണ് നമുക്ക് എല്ലാവർക്കും. ഇന്ന് എറണാകുളത്ത് ഒരു മെഗാ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുക. പല സ്ഥലത്തും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, യാത്രയിലാണ് പലരും. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു പലരും ഇന്ന് പലരും എത്താൻ പറ്റുന്നില്ല എന്നല്ല അറിയിച്ചിട്ടുണ്ട്. ദൂരെയുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ അവിടെ തന്നെ ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെ വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തോളൂ, പ്രോഗ്രാം നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒരു സംശയം വേണ്ട. ഒരു 100 പേരുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്യാം. ഇത് വേറെ ലെവലിലുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ BOP, NDOP, RTP ഈ 3-4 Pകളാണ് നമ്മൾ കൊണ്ടു നടന്നിരുന്നത് അല്ലെ. അത് മാത്രമല്ല നമ്മളെ വേറൊരു ലെവലിലേക്ക് ഉയർത്തുന്ന അല്ലെ, സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് പറഞ്ഞൊക്കെ ഒരു സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വിജയിക്കാൻ വന്നവരാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് വിജയിക്കാൻ, എല്ലാവരും ഒരുമിച്ച് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, മാനസികമായി നമ്മളെ ഉയർത്തുന്ന രീതിയിലേക്ക്, വളരെ ഫാസ്റ്റ് ആയിട്ട് സക്സസിലേക്ക് ഹൈ സ്പീഡിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരു പുതിയ ടെക്നിക്കാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായ? എല്ലാം ഞാൻ പറയുമ്പോൾ നമ്മുടെ ബ്രെയിനാണ് എല്ലാം തന്നെ തീരുമാനിക്കുന്നത് അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ മടിയനും മണ്ടനുമാണ് ബ്രെയിൻ. നമ്മളെപ്പോഴും പറയാറുണ്ട്. ഒന്നും ഏറ്റെടുക്കൂല. ഏറ്റെടുത്ത് കഴിഞ്ഞാലോ പിന്നെ രക്ഷയൊന്നും ഉണ്ടാവില്ല അല്ലെ. അതാണ് നമ്മളെ ലെവലൊന്ന് മാറ്റിക്കളയും. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും അപ്ലിഫ്റ്റ് ചെയ്യുന്ന ജീവിത വിജയം നേടിത്തരാൻ വേണ്ടി പോകുന്ന ഒരു ട്രെയിനിങ് ആണ്. ബയോട്ടോറിയത്തിൽ മാത്രമല്ലത്, എല്ലാം പങ്കെടുത്ത ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളെപ്പോഴും നിരാശയും ദുഃഖവും വേദന, ഇതൊന്നും എനിക്ക് സാധിക്കൂല, എത്ര നാളായി ഇതിന്റെ പുറകെ നടക്കണം, ഒരാളും വരുന്നില്ലല്ലോ ഇല്ലേ, അത് ശരിയാവുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടാവും. പക്ഷെ അവരെയെല്ലാം കണ്ടല്ലോ, അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കപ്പെടും. ഒരു സംശയം വേണ്ട എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നമ്മുടെ മൈൻഡ് സെറ്റ് വേറെ ലെവലിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന്. ഇനി ആരും ബുക്ക് ചെയ്ത് വരണ്ട, അവിടെ സീറ്റ് കംപ്ലീറ്റ് ആണ്. അടുത്ത പ്രോഗ്രാം നടക്കുന്ന സ്ഥലം അനൗൺസ് ചെയ്യും. അവിടത്തേക്ക് എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തേ പറ്റുള്ളൂ വിജയിക്കണമെങ്കിൽ. കാരണം ഈ പ്രോഗ്രാം നമ്മൾ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രോഗ്രാം മാത്രമല്ല ഇത് കണ്ടിന്യൂഷൻ. രമേശൻ സാർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന അല്ലെ ആയിരക്കണക്കിന് കോടീശ്വരന്മാരെ കേരളത്തിൽ ബയോട്ടോറിയത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. വേറെ തരത്തിലുള്ള ഒരു പ്രോഗ്രാംസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും, 2 ഡേ ക്യാമ്പ് ഉണ്ടാവും, RTP ഉണ്ടാവും, രമേശൻ സാർ തന്നെ നേതൃത്വത്തിൽ നയിക്കുന്ന പ്രോഗ്രാംസ് ഉണ്ടാവും. രാത്രി കാലങ്ങളിൽ നമുക്കറിയാം എല്ലാ വ്യാഴാഴ്ചയും 9:15 അദ്ദേഹത്തിന്റെ സ്പീച്ച് ഉണ്ടാകാറുണ്ട്. പലരും അതിനകത്ത് കയറുന്നുണ്ട്, ചില എത്തി നോക്കാൻ കയറുന്നുണ്ട്. അവിടെ ഒത്തിരി പഠിക്കാനുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അത് ഇന്ന് ഉണ്ടാവില്ല, ഇന്ന് യാത്രയിലായതുകൊണ്ട് നാളത്തേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ 9:15 ഉണ്ടാവും. അതിലൊക്കെ നിങ്ങൾ വരിക, പങ്കെടുക്കുക. അപ്പൊ നമുക്ക് നല്ല അറിവുകൾ കിട്ടും. അറിവാണ്, നോളജാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. നോളജ് ഇല്ലെങ്കിൽ നമ്മളെല്ലാം താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. പുതിയ പുത്തൻ അറിവുകൾ എപ്പോഴും നമ്മൾ ബ്രെയിനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്ന അവിടെ നിൽക്കുള്ളൂ. പുതിയ അറിവുകൾ ബ്രെയിനിന് കൊടുത്തുകൊണ്ടിരിക്കുക അല്ലേ. നമ്മളിപ്പം കാണുന്നില്ലേ, നമ്മൾ പല വർഷങ്ങളും ഇപ്പൊ മന്തി കുന്തി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്നോ? ഇല്ല അല്ലെ. ഓരോരോ വെറൈറ്റികൾ അതൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ, അത് വേറെ കാര്യം. ഓരോ വെറൈറ്റികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലേ, വെറൈറ്റികൾ. അപ്പൊ വെറൈറ്റി തോട്ട്സ് നമ്മുടെ ബ്രെയിനിലേക്ക് നിങ്ങൾക്ക് കടത്തിവിടാൻ വേണ്ടി സാധിക്കും. ബ്രെയിനിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതാണ് പ്രധാനം. അപ്പൊ പല രീതിയിൽ ബ്രെയിനെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. അപ്പൊ ബ്രെയിന് നല്ലൊരു എനർജി നൽകുന്ന രീതിയിൽ, ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടിപൊളി ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തണം. ഒരു 9-9:30 ഹാളിൽ എത്തണം. ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അധികം വൈകാൻ പറ്റില്ല. കാരണം ഒരു കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോഗ്രാമാണത്. നേരത്തെ വൈകുന്നേരം പോകേണ്ടതുണ്ട്, മഴയൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ എത്തുക. വരുന്നവരുടെ എല്ലാവരുടെ കയ്യിലും പേനയും ഡയറിയും നോട്ട്ബുക്കും ഉണ്ടായിരിക്കണം, നിർബന്ധമാണത്. അല്ലാണ്ട് അവിടെ കഥകളി കാണാൻ വന്നിരിക്കും പോലെ വന്നിരിക്കേണ്ട ഒരാൾ.
അതുകൊണ്ട് അതനുസരിച്ച് വരണം. എല്ലാം ഗ്രൂപ്പിലൊക്കെ നമ്മൾ നേരത്തെ ഇട്ടതാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ആ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്ന് പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾ ഇനി എവിടെയാണ് പ്രോഗ്രാം വേണ്ടത് വെച്ചാൽ ഒന്ന് എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. സാറിന്റെ ഡേറ്റ് അനുസരിച്ച് നമ്മളവിടെ ഫിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഏരിയയിൽ എവിടെയാണെന്ന് വെച്ചാൽ ഒരു 100 പേരെ ഇപ്പൊ ഹംസ സാർ പറയുന്നത് പട്ടാമ്പി വേണം, അല്ല കോഴിക്കോട് വേണം, പാലക്കാട് വേണം എന്ന് വെച്ചാൽ നിങ്ങൾ അവിടുത്തെ ലീഡേഴ്സ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആ പ്രോഗ്രാം സംഘടിപ്പിക്കും. അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളെ വലിയ രീതിയിൽ ഉയർത്തും. പണം മാത്രമല്ല ഇവിടെ, മനസ്സിലായ? പണം ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. പണം നേടാതെ പണത്തിന് പുറമെ എന്തൊക്കെയോ നമുക്ക് ഈ ലോകത്തോട് ചെയ്യാനുണ്ട് അല്ലെ? അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന വലിയൊരു കൂട്ടായ്മയെ നമ്മൾ ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഒരുമിച്ച് ഒന്നായി മുന്നേറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം അവതരിപ്പിച്ച നമ്മുടെ ഹംസ സാറിനും അതുപോലെ തന്നെ ഇന്ന് MC ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സത്യൻ സാറിന്റെ വൈഫാണ്. നല്ല അടിപൊളിയായ പാട്ടുകാരിയാണ് ഇല്ലേ? തുടക്കത്തിൽ തന്നെ പ്രാർത്ഥനാ ഗാനമൊക്കെ ആലപിച്ചുകൊണ്ട് പ്രോഗ്രാം കൈകാര്യം MC ചെയ്ത സിന്ധു മേഡത്തിനും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ജയ്. ഈ ബയോട്ടോറിയം നിങ്ങൾ എന്ത് പ്രതീക്ഷയായിട്ടോ വന്നിരിക്കുന്നത് ബയോട്ടോറിയത്തിലേക്ക്, അത് നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് ഞാനും നമ്മുടെ ടീമും നമ്മുടെ സിസ്റ്റവും നമ്മുടെ ലീഡേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു. ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് പുതിയ ആവേശത്തോടു കൂടി പുതിയ എനർജിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങാനും കൂടുതൽ ആളുകളെ കാണാനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.